ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒരു ഡോക്യുമെൻ്റ് ഫോർമാറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയി പഠിക്കാം. സൂപ്പർസ്ക്രിപ്റ്റ് ആൻഡ് സബ്സ്ക്രിപ്റ്റ്. You may come across situations where you have to type mathematical equations and chemical formula like a square plus 2ab plus b square H2SO4. Have you noticed that in the terms a square and b square, 2 is placed a little above the other letters? This is called superscript. Likewise, in H2 and O4, 2 and 4 are placed slightly below the other letters. This is called subscript. To arrange letters and numbers, select them and select superscript or subscript from text in the format menu. Superscript and subscript. A square plus 2ab plus b square H2SO4, ഫസ്റ്റ് സെക്കൻഡ് എക്സ് ക്യൂബ് എന്നിങ്ങനെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും കെമിക്കൽ ഫോർമുലകളും ടൈപ്പ് ചെയ്യേണ്ട സാഹചര്യം നിങ്ങൾക്കും ഉണ്ടാവാം. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ എ സ്ക്വയർ ബി സ്ക്വയർ എന്നിവയിൽ 2 എന്നത് അല്പം മുകളിലേക്കായി ക്രമീകരിച്ചിരിക്കുന്നതായി കാണുന്നില്ലേ? ഇതിനെ സൂപ്പർസ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത്. H2SO4 എന്ന കെമിക്കൽ ഫോർമുലയിൽ 2, 4 എന്നിവ അല്പം താഴെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനെ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നു. നമുക്ക് സൂപ്പർസ്ക്രിപ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. ഇനി നമുക്ക് സബ്സ്ക്രിപ്റ്റ് ചെയ്തു നോക്കാം. Activity 2.2. Let's lay out the page. Just as the letters and paragraphs were formatted in an attractive manner, the page also can be made attractive. Open the page style window and examine the facilities available there. Format page. Click on Page tab and type suitable values in the margin box to adjust the page margin. You can select the page size from paper format on Page tab. Selecting A4 size is preferable. Select either portrait or landscape from orientation to set the page orientation vertically or horizontally. Background color can be given to make the page attractive. For this, select a suitable color from Area tab color window of Page Style and then click Apply OK. പേജ് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് ഫോർമാറ്റ് മെനുവിൽ പേജ് എന്ന ഓപ്ഷൻ എടുക്കുക. പേജ് ടാബ് ക്ലിക്ക് ചെയ്ത് മാർജിൻ ബോക്സിൽ വാല്യൂസ് നൽകി മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പേജ് ടാബിലെ പേപ്പർ ഫോർമാറ്റ് നമുക്ക് പേജ് സൈസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓറിയന്റേഷൻ എന്നത് പേജിനെ പോർട്രേറ്റ് അഥവാ പേജിനെ ടാളായിട്ടോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് അഥവാ പേജ് വൈഡായിട്ടോ ക്രമീകരിക്കാനുള്ളതാണ്. അതുപോലെ പേജ് അട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി പേജ് സ്റ്റൈൽ വിൻഡോയിലെ ഏരിയ ടാബിലുള്ള കളർ വിൻഡോയിൽ നിന്ന് സൂട്ടബിൾ ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. Picture as page background. Just as we give a color as the background, we can also give a picture as the background. For this, click Bitmap Area tab, select the required picture and click Apply.
ഓക്കെ. പേജിന് ബാക്ക്ഗ്രൗണ്ട് കളറിന് പകരം പിക്ചേഴ്സും ബാക്ക്ഗ്രൗണ്ടായി നൽകാം. ഇതിനായി ഏരിയ ടാബിൽ ബിറ്റ്മാപ്പ് ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി. Activity 2.3 Let's provide borders. To apply borders, click on the Borders tab in the Page Style window. From the Line Arrangement option, you can select the portion where you wish to provide borders. Select Style, Width and Color to be given to the border from Line menu. You can also adjust the spacing between the border and the words here. For this, you can select spacing to condense and make necessary changes in the values in left, right, top and bottom. By selecting a suitable style from Shadow Style, you can also give a shadow to the border. നമുക്കിനി ബോർഡർ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. പേജ് സ്റ്റൈൽ വിൻഡോയിലെ ബോർഡർ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ലൈൻ അറേഞ്ച്മെൻറ്റ് ഓപ്ഷനിൽ നിന്നും ബോർഡേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട പോർഷൻ സെലക്ട് ചെയ്യുക. ലൈൻ എന്നതിനടുത്ത് നിന്നും ബോർഡറിന് നൽകേണ്ട സ്റ്റൈല്, വിഡ്ത്ത്, കളറ് എന്നിവ സെലക്ട് ചെയ്യാം. ബോർഡറിൽ നിന്നും എത്ര അകലം വിട്ടാണ് വാക്കുകൾ വരേണ്ടത് എന്നും നമുക്കിവിടെ ക്രമീകരിക്കാം. ഇതിനായി സ്പേസിംഗ് ടു കണ്ടൻസ് എന്നതിൽ ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ് ആൻഡ് ബോട്ടം എന്നീ വാല്യൂകൾക്ക് മാറ്റം വരുത്തിയാൽ മതി. അതുപോലെ ഷാഡോ സ്റ്റൈൽ എന്നതിൽ നിന്ന് ബോർഡറിന് സൂട്ടബിളായ ഷാഡോ അപ്ലൈ ചെയ്യാവുന്നതാണ്. Activity 2.4 Let's insert header and footer. Open your textbook and look at the top and bottom portion of each page. Have you noticed the page number, name of the book, name of the unit, your standard, etc. appearing repeatedly on each page? Can we also include such repeatedly appearing details in the pages of our document, name of the seminar paper, page number, etc.? It will be convenient to include such repeatedly appearing details in the header and footer. The header appears at the top of each page and footer at the bottom. Let's see how the page number is inserted as a header. Click on the header tab of the page style window. Put a tick mark in the header on option and click OK button. Now the header will appear at the top of the page. Click on header and insert the page number. Insert field page number. Now examine the pages. Does the page number appear on each page? In the similar manner, insert as footer the title of your document on one page and the name of your school in the next page. Did you face any difficulty in inserting different contents as footer in the page? After clicking footer tab, ensure that there is no tick mark on same content left and right pages. Now insert the title of the seminar in the first page and the school's name in the second page as footer. Doesn't the footer on the left and right pages appear as you wished? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ പേജിൻ്റെയും ടോപ്പ്, ബോട്ടം പോർഷനിലേക്ക് ഒന്ന് നോക്കൂ. അവിടെ പേജ് നമ്പർ, പുസ്തകത്തിൻ്റെ പേര്, യൂണിറ്റിൻ്റെ പേര്, നിങ്ങളുടെ ക്ലാസ് തുടങ്ങിയവയെല്ലാം ഓരോ പേജിലും റിപ്പീറ്റ് ചെയ്തു വരുന്നതായി കാണാം. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു വരാനുള്ള ആവശ്യങ്ങൾക്കാണ് ഹെഡർ, ഫൂട്ടർ ഉപയോഗിക്കുന്നത്. പേര് പോലെ തന്നെ പേജിൻ്റെ മുകളിലുള്ളത് ഹെഡറും താഴെയുള്ളത് ഫൂട്ടറും ആണ്. നമുക്കിനി പേജ് നമ്പർ എങ്ങനെ ഹെഡറിൽ ഉൾപ്പെടുത്താം എന്ന് നോക്കാം. നമുക്കതിന് ആദ്യം ഡോക്യുമെൻറ്റിൽ കുറച്ച് പേജുകൾ ആഡ് ചെയ്യാം. നാം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പേജ് സ്വയം ആഡ് ആകുന്നതാണ്. ഇവിടെ നമുക്ക് പേജ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് പേജ് നമ്പർ നൽകാം. അതിനുവേണ്ടി പേജ് സ്റ്റൈൽ വിൻഡോയിലെ ഹെഡർ ടാബിൽ ക്ലിക്ക് ചെയ്ത് ഹെഡർ ഓൺ എന്നതിൽ ടിക്ക് മാർക്ക് നൽകി OK ബട്ടൺ അമർത്തുക. ഇപ്പോൾ പേജിൻ്റെ മുകൾ ഭാഗത്ത് ഹെഡർ വന്നതായി കാണാം. ഹെഡർ ക്ലിക്ക് ചെയ്ത് പേജ് നമ്പർ ഉൾപ്പെടുത്താം. ഇൻസേർട്ടിൽ ഫീൽഡിൽ പേജ് നമ്പർ.
ഇനി ഓരോ പേജും സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് എല്ലാ പേജിലും പേജ് നമ്പർ വന്നതായി കാണാം. നമുക്കൊരു പുതിയ പേജ് ആഡ് ചെയ്ത് നോക്കാം. പുതിയ പേജിലും ഹെഡർ വരുന്നത് കാണാം. ഇനി നമുക്ക് ഫൂട്ടർ കൊടുത്ത് നോക്കാം. ഒരു പേജിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേരും അടുത്ത പേജിൽ സ്കൂളിൻ്റെ പേരും നൽകി നോക്കാം. ശ്രദ്ധിക്കുക, ഇങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ ഫൂട്ടറായി നൽകാൻ വേണ്ടി ഫൂട്ടർ ടാബിൽ ക്ലിക്ക് ചെയ്ത ശേഷം സെയിം കണ്ടന്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പേജസ് എന്നിടത്തെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ മതി. Activity 2.5 Let's arrange in columns. Observe how the contents of the previous IT textbook of class 9 is presented. Figure 2.4 The information is arranged in 2 columns. Doesn't this arrangement look more attractive and impressive? Shall we arrange our seminar paper also in this manner? What should we do for this? Click on the Columns tab of Page Style window. Provide the number of columns required in the column in Settings. Adjust width and spacing of the columns using the Width and Spacing option. Column width will be adjusted equally if there is a tick mark against auto width, but if we remove the tick mark, we can adjust the width and distance of the columns according to our requirement. ഫിഗർ 2.4 നോക്കുക. 9th സ്റ്റാൻഡേർഡിലെ മുൻ IT ടെക്സ്റ്റ് ബുക്കിലെ ഒരു പോർഷനാണിത്. ഇതിൽ 2 കോളംസ് ആയിട്ടാണ് ഇൻഫർമേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ മാഗസിൻ, ന്യൂസ് പേപ്പറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇങ്ങനെ കോളംസ് കൊടുക്കുന്നതിലൂടെ ഡോക്യുമെന്റ് കൂടുതൽ ആകർഷകമാക്കുന്നതിനോടൊപ്പം തന്നെ റീഡിങ് വളരെ ഈസി ആക്കാനും സാധിക്കുന്നു. നമുക്ക് സെമിനാർ പേപ്പറിൽ ഇതുപോലെ കോളം കൊടുത്തു നോക്കാം. സ്റ്റെപ്സ്: പേജ് സ്റ്റൈൽ വിൻഡോയിലെ കോളംസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് എന്നിടത്ത് ആവശ്യമായ കോളങ്ങളുടെ എണ്ണം നൽകുക. വിഡ്ത്ത് ആൻഡ് സ്പേസിംഗ് എന്ന ഓപ്ഷനിൽ നിന്ന് കോളങ്ങൾക്ക് ആവശ്യമായ വിഡ്ത്തും കോളങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസും ക്രമീകരിക്കാം. ഓട്ടോ വിഡ്ത്ത് എന്നതിൽ ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ കോളങ്ങളുടെ വിഡ്ത്ത് ഈക്വലായി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ നമുക്ക് അനുയോജ്യമായ രീതിയിൽ കോളത്തിൻ്റെ വിഡ്ത്തും അവ തമ്മിലുള്ള ഡിസ്റ്റൻസും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത് സേവ് ചെയ്യാം. Activity 2.6 When pictures are inserted. Don't you think you should include pictures in your seminar paper? You have learned in earlier classes how to insert pictures. Try to insert pictures in the same manner. Insert image tool in the toolbar may also be used to insert an image. Did you face any difficulty when you tried to insert pictures in this manner? What was it? Size of the picture is not suitable for the page. When pictures are inserted, the positions of the words and sentences change. How can we overcome such difficulties? Select the picture. Some squares can be seen around the picture. Click and drag on the squares to adjust the size according to your requirement. To move the picture to the required position, click on the picture and drag the mouse. While inserting a picture, some words or sentences may get displaced. This can be rectified using the wrap tool. For this, right-click on the picture and select a suitable wrap style from the wrap menu. If you wish to place pictures between words, it is preferable to choose page wrap or optimal page wrap options. You may have to include information related to the seminar topic in a tabular format in your document. ഡോക്യുമെന്റിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കൂടാതെ ടൂൾ ബാറിലുള്ള ഇൻസേർട്ട് ഇമേജ് ടൂൾ ഉപയോഗിച്ചും പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. നാം ഒരു ഡോക്യുമെന്റിലേക്ക് ഇമേജസ് ആഡ് ചെയ്യുമ്പോൾ ചില പ്രയാസങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഉദാഹരണത്തിന് ഇമേജിൻ്റെ സൈസ് പേജിൻ്റെ സൈസിന് സൂട്ടബിൾ ആവാതിരിക്കുക, അതുപോലെ ഇമേജ് ഇൻസേർട്ട് ചെയ്ത ശേഷം വേർഡ്സിൻ്റെയും സെൻറ്റൻസുകളുടെയും പൊസിഷനിൽ മാറ്റം വരിക എന്നിവ ഇവയിൽ ചിലത് മാത്രമാണ്. ഹൗ ക്യാൻ വി ഓവർകം സച്ച് ഡിഫിക്കൽട്ടീസ്? നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഇമേജിൻ്റെ ചുറ്റിലുമായി കാണുന്ന ബോക്സുകളിൽ
മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് മൂവ് ചെയ്താൽ ചിത്രത്തിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാം. ചിത്രം ആവശ്യമായ സ്ഥാനത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ചിത്രത്തിൽ മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് മൂവ് ചെയ്താൽ മതി. കൂടാതെ ഇമേജ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വേർഡ്സ്, സെൻറ്റൻസസ് എന്നിവയുടെ പൊസിഷൻ മാറിപ്പോകുന്നത് പരിഹരിക്കാൻ വേണ്ടി റാപ്പ് ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി ഇമേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം റാപ്പ് മെനുവിൽ നിന്നും സൂട്ടബിൾ ആയിട്ടുള്ള റാപ്പ് സ്റ്റൈൽ സെലക്ട് ചെയ്താൽ മതി. വാക്കുകൾക്കിടയിൽ ഇമേജ് പ്ലേസ് ചെയ്യാൻ പേജ് റാപ്പ് അല്ലെങ്കിൽ ഒപ്റ്റിമൽ പേജ് റാപ്പ് എന്നിവയിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. Activity 2.7 Let's insert a table. You can use the Insert Table tool in the toolbar. Click on the Insert Table tool and provide the required number of rows and columns. Now have you inserted the table? You can also insert a table in the order Table, Insert Table. But you will find that in the table you have inserted, all the cells are of the same size. How can we format the cell size according to our need? To adjust the width of the column, bring the mouse pointer to the point where two columns meet. The mouse pointer changes to a two-sided arrow. Figure 2.6. Click and drag the mouse and adjust the width as required. Now try to adjust the height of the row in the same manner. Shall we merge the cell at the top of each column in the table we have prepared and type the title there? At times we may have to merge more than one row or column and add the information to it. How can we do it? We can use the Merge Cell tool for this purpose. Select the cells which we wish to merge and click on Merge Cell in the table menu. You will find that all the selected cells have merged together. Now you can type the title there. Now you can insert tables according to your requirement in your seminar paper. You may have to add more rows and columns in the table that you have inserted. Do you know how to insert rows and columns in the table? Follow the steps to insert new columns. Click either to the left or right of the active cell. Select Table, Insert Columns. The number of columns to be inserted and its position, whether to the left or right of the selected cell, can be entered here. Then click on the OK button. Now you have inserted new columns. In the same way, new rows can be inserted and the matter can be typed in it. നമുക്കിനി ഈ ഡോക്യുമെന്റിൽ എങ്ങനെ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യാം എന്ന് നോക്കാം. അതിനായി ഇൻസേർട്ട് ടേബിൾ ടൂൾ ക്ലിക്ക് ചെയ്ത ശേഷം ആവശ്യമായ റോസും കോളംസും സെലക്ട് ചെയ്യുക. ടേബിൾ മെനു ഇൻസേർട്ട് ടേബിൾ എന്ന രീതിയിലും ഉൾപ്പെടുത്താം. നമ്മൾ ഇൻസേർട്ട് ചെയ്ത ടേബിളിൽ എല്ലാ സെല്ലുകൾക്കും ഒരേ വലിപ്പമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആവശ്യമായ രീതിയിൽ ഇവയുടെ വലിപ്പം എങ്ങനെ ക്രമീകരിക്കാം എന്ന് നോക്കാം. കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ രണ്ട് കോളംസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് മൗസ് പോയിന്റർ കൊണ്ടുവരിക. അപ്പോൾ മൗസ് പോയിന്റർ ടു സൈഡഡ് ആരോ ആയി ചേഞ്ച് ചെയ്യുന്നതായി കാണാം. ഉടൻ മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ റോയുടെ ഹൈറ്റും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഹെഡിങ് കൊടുക്കാൻ വേണ്ടി നമുക്ക് മുകളിലെ റോയിലെ സെല്ലുകൾ സെലക്ട് ചെയ്ത് മെർജ് ചെയ്യാം. അതിനുവേണ്ടി മെർജ് സെൽ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. നമുക്കിനി ഹെഡിങ് ടൈപ്പ് ചെയ്ത് നോക്കാം. ടേബിൾ ഇൻസേർട്ട് ചെയ്ത ശേഷം പിന്നീട് റോസും കോളംസും ആഡ് ചെയ്യേണ്ടതായി വരാറുണ്ട്. പുതിയ കോളംസ് ഉൾപ്പെടുത്താൻ പുതിയ കോളംസ് വരേണ്ട പൊസിഷന് മുമ്പിലോ പുറകിലോ ഉള്ള സെല്ലുകളിൽ ക്ലിക്ക് ചെയ്ത ശേഷം ടേബിൾ ഇൻസേർട്ട് കോളംസ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. എത്ര കോളംസ് വേണം, നാം സെലക്ട് ചെയ്ത സെല്ലിന് മുൻപിലാണോ ശേഷമാണോ കോളംസ് ഉൾപ്പെടുത്തേണ്ടത് എന്നിവ ഇവിടെ നൽകുക. OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയ കോളംസ് വന്നതായി കാണാം. ഇതുപോലെ പുതിയ റോസും ഉൾപ്പെടുത്താവുന്നതാണ്. The seminar paper is now ready. Now don't you want to take a printout of it? Your teacher has suggested that the printout can be taken from the computer center in front of the school. But you found it difficult to open the file in the system of the computer center. How can this problem be solved? If you export the file in the PDF format, you will be able to open it in any system that has the PDF viewer. How can we change the document into PDF format?
നാം ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി അക്ഷയ പോലുള്ള ഏതെങ്കിലും കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളിൽ ചെന്ന് പ്രിന്റ് ചെയ്യേണ്ടി വരാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാൻ പ്രയാസം അനുഭവപ്പെടാം. ഇത് ഒഴിവാക്കാൻ ഡോക്യുമെന്റ് PDF ആയി കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഡോക്യുമെന്റിലെ ഇമേജ്, ടെക്സ്റ്റ് എന്നിവ ഡിലീറ്റ് ആകുന്നതും പൊസിഷൻ മാറിപ്പോകുന്നതും തടയാൻ സാധിക്കും. PDF വ്യൂവർ ഉള്ള ഏത് കമ്പ്യൂട്ടറിലും സ്മാർട്ട് ഫോണിലും ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. Activity 2.8 Let's convert and export as PDF. Click Export as PDF in File menu. In the Range tab, from the window that opens, select whether you want to convert all the pages into PDF or only a few pages. Click on Export button. Select the place where you wish to save the file. Name the file and save it. Try to open the file in other computers. Can you open it? Now you can take the printout of the document and present it at the seminar. നമുക്കിനി ഈ ഡോക്യുമെന്റ് PDF ആക്കി നോക്കാം. അതിനുവേണ്ടി ഫയൽ മെനുവിൽ എക്സ്പോർട്ട് ആസ് എന്നതിൽ നിന്ന് എക്സ്പോർട്ട് ആസ് PDF എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്തു വരുന്ന വിൻഡോയിൽ റേഞ്ച് നൽകുക. അതായത് ഒരു ഡോക്യുമെന്റിലെ എല്ലാ പേജുകളും PDF ആയി കൺവേർട്ട് ചെയ്യണോ, ചില പേജുകൾ മാത്രം മതിയോ എന്ന് നൽകുക. എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. PDF സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്ത് ഫയൽ നെയിം കൊടുക്കുക. ശേഷം സേവ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.